ഇവളെന്തുട്ടി കാണിക്കണേ? മെഹ്റു, നിനക്ക് കളി കണ്ടാ പോരെ, ഇനി അത് കേക്കണ. ബാപ്ചി, ആ ബ്രസീൽ ഫാൻസിന്റെ വൂഫർ ഉണ്ട്, അത് ഇതിലും വലുതാ. ആ വൂഫർ നീ എന്നെ കൊണ്ട് മുമ്പ് വാങ്ങിപ്പിച്ചല്ലേ? അതോടല്ലേ ഇപ്രാവശ്യം വാങ്ങിപ്പിക്കാത്തേ, ഇവിടുന്ന് എടുത്തിട്ട് പോണല്ലേ ഉള്ളൂ. ബാപ്ചി വലിയ ഡയലോഗ് അടിക്കാണ്ട് ഇവിടെ AC ഫിറ്റ്. അത് ന്യായം. വിപിന, ദേ നീയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ വഷളാക്കണത്. ബാപ്ചി, വെറുതെ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാണ്ട് ഫാസിസ്റ്റുകളെ പോലെ സംസാരിക്കരുത്. എന്തുട്ട്? പോ 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 പോ. ബെസ്റ്റ്. പിന്നെ ഞങ്ങള് മില്ലിന്ന ടിവിയും കൂടി എടുക്കൂട്ടാ. ആ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ എടുത്തിട്ടുണ്ടോ നീ? ഇപ്പൊ വേണ്ട ബാപ്ചി, അതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാട്ടാ. മോനെ കാതറൂട്ടി, കേട്ടോന്ന്? ശരി ശരി. എടി, നിന്റെ എക്സ്റ്റൻഷൻ കേബിൾ എവിടെ? അതാ ടേബിളിന്റെ ബാക്കില്. ഓ, നീയോ? ഇതെന്താണ് പുതിയ കലാപരിപാടി? വീട്ടിന് വാതിലുണ്ടല്ലോ. അതോ നീ മറ്റേ തമിഴ് സിനിമ ചളി കോംപ്രമൈസ് ലൈൻ വല്ലതും പിടിക്കുകയാണോ? അയ്യോ മെഹ്റു, ഞാൻ മിനിയാന്ന് പറഞ്ഞു സോറി. നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം, സമാധാനമായിട്ട് സംസാരിക്കാം. ഇതിലൊന്നും ആലോചിക്കാനില്ല. ഘോഷേ, നിനക്കൊരു കാര്യം അറിയോ? ബൈബിളിൽ ഒരു വചനമുണ്ട്, അതായത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന്. മനസ്സിലായില്ല. അതായത് അടിസ്ഥാനപരമായി നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതേ നീ പറയൂ. നീ എത്ര പുരോഗമനവാദിയാന്ന് പറഞ്ഞാലും നീ അങ്ങനെ ചെയ്യൂ. അയ്യോ മെഹ്റു, ഞാൻ ഭയങ്കര പുരോഗമനവാദിയാ. പ്രൂവ് ചെയ്യാൻ ഒരു അവസരം കൂടി പ്ലീസ്. ഉമ്മാ, ഒരു ചായം കൂടി ഇട്ടാ. അജയ് ഘോഷന എവിടെയാവൻ? ദേവിടെ ജനാലമേ തൂങ്ങിക്കിടപ്പുണ്ട്. അയ്യോ, ഞാൻ പൊക്കോളാം. അമ്മേ, എന്താടാ? വാമോസ് അർജന്റീന. ഒന്ന് പെട്ടിയെടുത്തേക്ക്. പിറ്റേ ദിവസം കാട്ടൂർക്ക് പുതിയൊരു അവതാരം എത്തി. അലക്സ് പള്ളിവീടൻ. അമ്മ വീട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച് ലോകകപ്പ് ടീമുകളുടെ എണ്ണായ 32 സപ്ലി ആയിട്ടുള്ള വരവാണ്. അജയ് ഘോഷും മെഹറും തമ്മിൽ തെറ്റാണ്ടായ കാരണം കാട്ടൂർ ഇന്നേ വരെ ആർക്കും മനസ്സിലായിട്ടില്ല. സംഗതി എന്തായാലും നന്നായി. എന്തായാലും ഒരു കെട്ട് ലൂസ് ആകുമ്പോഴാണല്ലോ വേറൊരു കെട്ട് ടൈറ്റ് ആവുന്നത്. മെഹർ അർജന്റീന ഫാൻസിക്ക് വന്നത് എൻ്റെ കൂടെ കൂട്ടാവാനാന്ന് എസ്കോബാർ പറഞ്ഞത്. ആളെന്നെ കളിയാക്കിയതാണെങ്കിലും എനിക്കങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടം. ആയിക്കോട്ടെ. ഇത് കണ്ട, ഇതിങ്ങനെ പൊട്ടിച്ചാണ്ടല്ല മിന്റ് വരും. മിന്റ് വരുള്ളൂ, പുക വരില്ലേ? മിന്റ് മാത്രമല്ല, പുകയും ക്യാൻസറും വരും. എന്തുട്ടാടാ ഇത്? സ്വിച്ചിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ഈ ഡബിൾ സ്വിച്ച് ഉള്ള വേറൊരു ഐറ്റം വീട്ടിലിരിപ്പുണ്ട്. നമ്മുടെ അമ്മാച്ചൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത്. കളി തുടങ്ങിയ നിങ്ങൾ സ്വിച്ച് പിടിച്ച് മടുക്കും. പൊട്ടിയില്ല. അലക്സേ, നമ്മള് ബ്രസീൽ ഫാൻസുകാർ കാലാകാലങ്ങളായി കാസൊഴിക്കുന്ന നിലവാരമുണ്ട്. അർജന്റീനക്കാരുടെ മുന്നിൽ ഇതുവരെ നമ്മളൊരു തരി താണു കൊടുത്തിട്ടില്ല. ഇനി താണു കൊടുക്കാനും പോണില്ല. അത് കറക്റ്റാ അല്ലേ? അളിയാ, ഈ പള്ളി വീടൻ 4 വർഷത്തെ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നത് ചില കളികൾ കാണാനും ചിലത് കളിക്കാനും വേണ്ടി തന്നെയാ. മനസ്സിലായ? നീ അപ്പൊ എല്ലാ കളിയും കാണുന്നില്ല, ചില കളി മാത്രമേ കാണുന്നുള്ളൂ. എടാ, എല്ലാ കളിയും കണ്ടല്ലേ എൻ്റെ ഒരു അല്ലേ? എന്റെ നജീബ്, നീ മണ്ടത്തരം പറയാൻ തുടങ്ങിയ. അല്ല, വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, നമ്മളെല്ലാ കളിയും കാണാൻ നിൽക്കുന്നല്ലേ മണ്ടത്തരം അല്ലേ? മെസ്സിയോ? അതെ. അജയ് ഘോഷേ, മെഹർ അർജന്റീന ഫാൻ ആയല്ലേ? ഇതല്ലല്ലോ, ഇവിടെ ഓരോരുത്തർ ആക്കിയതല്ലേ. ഈ കുലംകുത്തികളോടൊക്കെ ഈ പള്ളി വീണ് പ്രത്യേകതരം ശത്രുതയാ. വേണം നജീബേ, പഴയതൊക്കെ മറക്കാൻ പറ്റണവനെ. മറക്കരുത്, മറക്കാൻ പാടില്ല. മെഹ്റു, ദേ നിക്കണ് എന്റെ പഴയ കൂട്ടുകാരൻ അലക്സ്. നീ തിരിച്ചെത്തിയാ? തലയിലൊക്കെ നിറയെ മുടിയൊക്കെ വളർന്നുണ്ടല്ലോ. നമുക്ക് ഒന്നുകൂടി പറ്റുവെക്കണ്ടടാ. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങള് ബെറ്റ് വെക്കണില്ല. പൊക്കോ. നീ വാ മെഹ്റ്. അലക്സ് എത്തിയല്ലോ. ഇനി ഇവന്റെ വക കുറെ തള്ളു കേക്കണം. എന്താ പിന്നെ ഞങ്ങൾ ജയിക്കണ കളി കാണാവുന്നാടാ? അപ്പൊ നീ ബ്രസീൽ മാറി ജർമ്മനിയാടാ? പോണേ. എന്തുട്ടാ അലക്സേ, പടക്കത്തിന് വരാൻ വല്ല RDX ആണോടാ? RDX ആണേ. ഇത് കുറച്ച് പെപ്സിയാ മാഷേ. ഹാഫ് ടൈമിന് നമ്മുടെ പിള്ളേർക്ക് കുടിക്കാൻ വേണ്ടിട്ടേ. നമ്മൾ ഈ റിച്ച് സെറ്റപ്പ് ഒക്കെ ആയതുകൊണ്ടേ പിള്ളേര് കുടിക്കട്ടെ. പെപ്സി മാത്രമേ ഉള്ളൂ, ഒഴിച്ചു കുടിക്കാൻ വേറെ ഒന്നുമില്ലേ? വരും. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ അങ്ങോട്ട്. സുനി ബീവറേജ് പോയാ? അവൻ പോയിട്ടാ, നീ വിളിച്ചു നോക്ക്. നെയ്മറില്ലല്ലോ മക്കളെ, പണിയാവോ?
അന്തർക്ക ഈ നെയ്മർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ടീമിനൊരു ബലം എന്നല്ലേ ഉള്ളോ നോക്കിയേ ഫീൽഡിൽ വേറെ കളിക്കാർ നിൽക്കല്ലേ നമ്മ പൊരിക്കും പിന്നെ നെയ്മറിലട്ടാ ഇനിയിപ്പോ പൊട്ടുമ്പോ നെയ്മറില്ലാത്തോണ്ട് പൊട്ടിയെന്ന് അമ്മര് പറയുന്നത് കേൾക്കണ്ടേ? It was on this very day 24 years ago, July the 8th, that Germany last won the World Cup. ഒരെണ്ണം മര്യാദയ്ക്ക് കളിക്കില്ല. When it bites on it, it's gone through. Germany score! It's exactly what Brazil was dreading. Thomas Muller with his fifth goal of these. Here's the big chance for Brazil. It's just a penalty kick. No, it's a corner. Chance of a second for Germany. Brazil in real trouble. Final on Sunday, they might get another one here. It's 3-0. It's quite astonishing. It's all over there. Really 7 here now. They have got 7. It's hammered in. An absolute തീരുമാനമായില്ല. who has his അന്തർക്ക സാലേ പോട്ടെ കേട്ടാ പോട്ടെ അടുത്ത വേൾഡ് കപ്പിൽ പിടിക്കാൻ നമുക്ക് കേട്ടാ വിഷമിക്കല്ലേ വേൾഡ് കപ്പ് ഇനിയും വരില്ലോ ധൈര്യമായിട്ടിരിക്കേ അജയ് പക്ഷേ നാളെ ഈ അർജന്റീനക്കാരെ നമ്മൾ കത്തിക്കും അത് ഉറപ്പാ നമുക്കതിലെ മുങ്ങിയാലാ മുങ്ങാം, ഇന്ന് മുങ്ങാം. ഞാൻ നാളെ മെഹറിന്റെ മുഖത്ത് എങ്ങനെ നോക്കുന്ന ആലോചിക്കണം. ഓ നിനക്ക് മെഹറിന്റെ മുഖത്തേക്ക് നോക്കണതല്ലേ കുഴപ്പം. എടാ ഞാൻ നാളെ എന്റെ മുഖത്തങ്ങനെ നോക്കും. കണ്ണാടിയിൽ ഈ ജേഴ്സി ഒക്കെ ഇട്ടുണ്ട് എന്റെ മുഖത്തങ്ങനെ നോക്കും. പെട്ടെന്ന് പാടാ. ഏഴെണ്ണം കിട്ടി ഏഴെണ്ണം സണിച്ചാ പാലോർക്ക് സണിച്ചാ വിപിന നിങ്ങളാ ചേട്ടാ അത്യാവശ്യമായിട്ടൊന്ന് കട തുറക്കണം. ഒരു സാധനം മേടിക്കണ്ട്. ഈ പാതിരാത്രി എന്റെ ആണ് ഒന്ന് വായോ. ഓ എന്റെ ചേട്ടാ തലവറ നിൽക്കാതെ പെട്ടെന്ന് ചെല്ല്. എന്ത് തോൽവിയാടാ എന്താടാ ചേട്ടാ വിപിനും സുനിയും പള്ളിവിടാ വിപിനും വണ്ടി തടഞ്ഞല്ലോ. തല്ലാനായിരിക്കോ? എന്തിന് നമ്മളല്ലേ തോറ്റേ അത് ശരിയല്ലോ. ഇറങ്ങി ഓടിയാലേ ജഘോഷേ ഒന്ന് ഇറങ്ങി വാടാ. ഒന്ന് കാണട്ടാ. എന്താണോ വണ്ടി ഓഫ് ചെയ്യണ്ടാ എന്താ വിപിനാ വിപിനെ നീ അവിവേകൊന്നും കാണിക്കരുതിട്ടാ. അവിവേകൊന്നും അല്ലടാ, നീ ഞാൻ നേരത്തെ തന്ന പെപ്സി എനിക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ വിഷമം തീർക്കാൻ വന്നതാ. എന്നാ ഹൈ തുറന്നു നോക്കടാ. ഹായ് സെവനപ്പള്ള സെവനപ്പാ 1 2 3 4 5 6 എണ്ണുണ്ടല്ല. ഇന്നു മുതൽ നീയൊക്കെ ബ്രസീൽ ഫാൻസ് അല്ലടാ, 7up ഫാൻസാ. 7up. നേരം വിളിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേഴ്സ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് അൽഷിമേഴ്സ് വന്നാൽ മതിയായിരുന്നു. ഇതൊന്നും ഓർക്കണ്ടല്ലോ. അതൊന്നും നടക്കില്ല. ഇഷ്ടാ തൽക്കാലം ഇതടി കുറച്ചെങ്ങനെ മറക്കാം. മടിച്ചു കുറച്ചെങ്കിലും മറക്കാൻ പറ്റണേ. അടി അടി വേസ്റ്റ് ആവില്ല, ഒരു പടക്കവും വേസ്റ്റ് ആവില്ല. നാളെ അമ്മമാര് ഓളനോട് പൊട്ടുമ്പോണ്ടല്ല ഇന്ന് ഇരട്ടി നമ്മൾ കൊടുക്കും. പൊട്ടിക്കണം.